ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ചെറിയൊരു ഐഡിയ ആണ്. ഞാൻ ഇതേപോലെ ഒരു ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു മോഡലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സിൻ്റെ മോഡലിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആകെ 2 കളറേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരെണ്ണം നമ്മുടെ ബ്ലാക്ക് കളറാണ്, പിന്നെ ഒരെണ്ണം ഒരു സിൽവർ പോലെ ഇരിക്കുന്ന ഒരു വൈറ്റ് കളർ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പെയിൻറ്റ് ഉണ്ടെങ്കിൽ പല കളറൊക്കെ വെച്ച് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ പൂവിനും അതുപോലെ ബാക്ക്ഗ്രൗണ്ടും കൊടുക്കാനായിട്ടൊരു കളർ വേണം. അപ്പോൾ അതുകൊണ്ട് ഈ 2 കളർ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ എനിക്കറിയാവുന്ന ചെറിയ ഡിസൈൻസ് വെച്ചിട്ട് ചെയ്യുകയാണ്. നല്ല ഭംഗിയിലൊക്കെ നിങ്ങൾ കളർ ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിസൈനൊന്നും വരക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഓരോ കളറായിട്ട് ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതും നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് അനുസരിച്ച് ചെയ്യാം. എന്നിട്ട് ട്രൈ ചെയ്ത പിക്ക് അയക്കാനുള്ള മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്കൊക്കെ അയക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ ചെറിയൊരു ഡിസൈൻ അടിയിലേക്കും ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ള് ഡിസൈനായിട്ട് കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പ്ലെയിനേക്കാൾ നല്ലത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഡിസൈൻ വരുമ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡോട്ട് അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന ക്രാഫ്റ്റിൻ്റെ ട്രൈഡ് ബുക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നികിത എസ് അയച്ചു തന്നതാണ്. നികിത എപ്പോഴും ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ അയച്ചു തരാറുണ്ട്. അപ്പോൾ നല്ലൊരു സബ്സ്ക്രൈബറാണ് നികിത. ഇതേപോലെ നിങ്ങൾക്കും അയക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ എല്ലാവരും ഈ ഒരു ഡിസൈനിൽ തന്നെ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കണം. അപ്പോൾ ചില ഭാഗത്ത് ഇത്തിരി കടുപ്പം കൂട്ടിയൊക്കെ ചെയ്യാം, ചില ഭാഗത്ത് കടുപ്പം കുറച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഒരു വൈറ്റ് കളറിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അടിയിൽ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു വൈറ്റ് കളർ കൊടുക്കുമ്പോൾ ഇത്തിരി കൂടി കളർ എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ചെറിയ ഡോട്ടുകളായിട്ട് ഇട്ട് കൊടുക്കുക. മറ്റേ കാർഡ്ബോർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കളർ വരയ്ക്കുമ്പോൾ ശരിക്കും നല്ലൊരു ചേഞ്ചസ് വരും. ഇതിപ്പോൾ അടിയിൽ വൈറ്റ് തന്നെയാണല്ലോ. ഇതിപ്പോൾ കാർഡ്ബോർഡാണ്, പക്ഷേ ആ കാർഡ്ബോർഡിൻ്റെ 2 സൈഡിലും വെള്ള കളറിലൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുകയാണ് ആ ഒരു കാർഡ്ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് കളർ പേപ്പർ ഒട്ടിക്കാം. കളർ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഇത്തിരി കൂടി നല്ലൊരു ഇത് കിട്ടും കേട്ടോ. അതിപ്പോൾ ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്തപ്പോൾ ആ ഒരു പെയിൻ്റ് ആണെങ്കിൽ തീരാറായിരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഒരേ ഒരു ഷെയ്ഡ് കിട്ടാനായിട്ടുള്ളത് പറ്റിയില്ല. ഞാനിത് മേലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് മേലേക്ക് നന്നായിട്ട് ഒട്ടി വരുമ്പോൾ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഒട്ടി വരണം. അതൊക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. 3 സൈസിലാണ് പേപ്പർ എടുത്തിരിക്കുന്നത്. നടുക്ക് വെക്കാനായിട്ട് യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ബാക്കി 2ഉം വൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു പൂവിൻ്റെ ഇതിലിൽ തന്നെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 3 പേപ്പറും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ യെല്ലോയും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പശ വെച്ച് ഒട്ടിക്കാനുള്ളതാണ്. ഇതുപോലെ ഒരു ചെറുതും കൂടി ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാനാകെ 3 ലെയറേ വെക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-6 ലെയറായിട്ട് വെക്കുക. അപ്പോൾ ഇത്രയും കൂടി നല്ല ഭംഗി ഉണ്ടാവും, നല്ല വിരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു സൈസ് നോക്കി എടുക്കുക. വലുതും ചെറുതൊക്കെ ആയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം. അപ്പോൾ ഒരുവിധം എല്ലായിടത്തും ഫില്ലായിരിക്കുന്ന രീതിയിൽ തന്നെ വെച്ച് നോക്കാം. ആദ്യം വെച്ച് നോക്കിയിട്ട് പശ ചേർത്ത് ഒട്ടിക്കുന്നതാണ് നല്ലത്. ആദ്യം നമുക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ ചില ചേഞ്ചസ് ഒക്കെ വരുത്താനുള്ള ചാൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ വെച്ച് നോക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ കളറിലെ പേപ്പർ എടുത്ത് ഞാൻ ക്രയോൺസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കളർ ചേഞ്ചസ് ഉണ്ടാവും. എന്നാലും നമുക്ക് അതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് ഇലകളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. മടക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരേ സൈസിൽ കിട്ടും. ഇപ്പോൾ ഒരേ സൈസിൽ വേണ്ടാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓരോ സ്ഥലത്ത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് നമുക്ക് പ്രത്യേകിച്ച് വേറെ തണ്ടുകളോ അങ്ങനെയൊന്നും ഇതിലേക്ക് വെക്കണില്ല. ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് വരണോടത്ത് നമ്മൾ ഈ ഒരു ഇലകൾ വെച്ചിട്ടാണ് ഒന്ന് ഫില്ല് ചെയ്യണത്. അല്ലെങ്കിൽ ചെറിയ തണ്ടുകളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ടായാലും ഫില്ല് ചെയ്യും. എന്തായാലും ആ ഒരു അധികം ഗ്യാപ്പ് വരാണ്ട് നോക്കുക. അധികം ഗ്യാപ്പ് വന്നാൽ അതൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലെ വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തിരിയും കൂടി നല്ല കടുപ്പുള്ള ഇലകളാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും. ഇതിപ്പോൾ ഞാൻ ക്രയോണും കൊണ്ട് ചെയ്തുകൊണ്ട് അത്ര കളറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇലയുടെ ഷേപ്പൊക്കെ മാറ്റാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ ആയിട്ട് മാറ്റാം. പിന്നെ ഞാൻ ഇതുപോലെ നടുക്ക് ഇതൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കല്ലെങ്കിൽ ഒരു ഭംഗി തോന്നാറില്ല. ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് നടുക്ക് എന്തെങ്കിലും ഒരു ഡോട്ട് ഇടണം, നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും സിമ്പിളായിട്ടൊരു ഐഡിയ ആണ്. ഞാനിത് പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കാണ്ട് തന്നെ ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിത് ട്രൈ ചെയ്ത പിക്ക് അയക്കാനുള്ള മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നികിത അയച്ചെന്ന പോലെ നിങ്ങൾക്കും അയച്ചു തരാവുന്നതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അയക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ ഐഡിയ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്